മകരജ്യോതി ദർശിക്കാൻ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തി പിന്നിട്ടു. 6:20 സന്നിധാനത്തെത്തുന്ന തിരുവാഭരണ പേടകങ്ങൾ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ കൊടിമര ചുവട്ടിൽ സ്വീകരിക്കും. ശേഷം തന്ത്രിയും മേൽശാന്തിയും തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടക്കും. തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനവും ഉണ്ടാകും. സന്നിധാനത്ത് നിന്ന് VA ഗിരീഷ്, S ശ്രീകാന്ത്, പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ഗൂഗിൾ രവി എന്നിവർ ചേരുന്നു. ഒപ്പം വിജയകുമാറും ചേരുന്നുണ്ട്. വിജയകുമാറിലേക്ക് ആദ്യം. വിജയകുമാർ, വലിയ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോവിഡിന്റെ സമയത്ത് വലിയ തോതിൽ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സന്നിധാനം. എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ? ഉന്മേഷ, ശബരിമല സന്നിധാനം അക്ഷരാർത്ഥത്തിൽ ഭക്തി സാന്ദ്രമാണ്. എവിടെയും ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷം, കർപ്പൂര ദീപങ്ങൾ തെളിയിച്ചും ഒക്കെ വിശ്വാസികൾ കാത്തിരിക്കുകയാണ് ആ മുഹൂർത്തത്തിനായി. 6:20 തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് എത്തുക. ദേവസ്വം ബോർഡ് ഭാരവാഹികളും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിച്ച് ശബരിമല സന്നിധാനത്തേക്ക് ആ ഘോഷയാത്ര എത്തുകയാണ്. വലിയ നടപ്പന്തലിലൂടെ അല്പസമയത്തിനകം നമുക്ക് ആ ഘോഷയാത്ര 18-ാം പടിയുടെ താഴേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നൽകാൻ കഴിയും. എല്ലായിടത്തും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഭക്തരെ ആ ഭാഗത്തു നിന്നൊക്കെ നിയന്ത്രിച്ച് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കുകയാണ് ഇപ്പോൾ പോലീസ് അയ്യപ്പന്മാരും മറ്റുള്ളവരും അവിടെ ചെയ്യുന്നത്. ആ ഘോഷയാത്ര നമുക്ക് ഈ നടപ്പന്തലിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. നടപ്പന്തലിന്റെ ഏറ്റവും വിദൂര ദൃശ്യങ്ങളിൽ ഒരു പക്ഷേ ആ ഘോഷയാത്ര കടന്നു വരുന്നതിന്റെ ആദ്യ ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. തീവട്ടിയുടെയൊക്കെ വെളിച്ചത്തിലൂടെ ആ ഘോഷയാത്ര കടന്നു വരുന്ന ആദ്യ ദൃശ്യങ്ങൾ അല്പനിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് നൽകാൻ കഴിയും. കർപ്പൂരാഴി തെളിയിച്ച ശരണം വിളിയുടെ മുഖരിതമായ അന്തരീക്ഷത്തിലൂടെ ആയിരിക്കും ആ ഘോഷയാത്ര വലിയ നടപ്പന്തലിലൂടെ 18-ാം പടിയുടെ താഴെ എത്തുക. 18-ാം പടി ചവിട്ടി ആ തിരുവാഭരണ പേടകങ്ങൾ കൊടിമരത്തിന് ചുവട്ടിലെത്തും. അവിടെയാണ് ആചാരപരമായ ഒരു സ്വീകരണം നൽകുന്നത്. ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മറ്റുദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ആ തിരുവാഭരണ പേടകങ്ങൾ സ്വീകരിക്കും. തുടർന്ന് സോപാനത്തിൽ വെച്ച് അത് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് അത് തിരുവാഭരണ പേടകങ്ങൾ ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ക്ഷേത്രത്തിന്റെ നട അടയ്ക്കും. 6:30 ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രം ശ്രീകോവിലിൽ തുടങ്ങും. ഈ കൊണ്ടുവരുന്ന തിരുവാഭരണ പേടകങ്ങളിലെ ആഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുക എന്നതാണ് അടുത്ത കർമ്മം. അത് 10 മിനിറ്റ് സമയമെടുത്ത് ആ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തി പിന്നീട് 6:45 മുൻപ് നട തുറക്കും. ഇന്നത്തെ സമയം 6:30 6:43 ഇടയിലുള്ള മുഹൂർത്തത്തിൽ ശബരിമല സന്നിധാനത്ത് ദീപാരാധന നടക്കുമെന്നാണ് ഇന്നത്തെ കണക്ക്. അങ്ങനെ 6:45 മുമ്പ് ദീപാരാധനയ്ക്കായി നട തുറക്കും. ആ ദീപാരാധന നടക്കുന്നതിനൊപ്പമായിരിക്കും നമ്മളിപ്പോൾ കാണുന്ന ഈ വിദൂര ദൃശ്യങ്ങളിലുള്ള പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടക്കുക. മകരവിളക്ക് അവിടെയാണ് ഉണ്ടാവുന്നത്. അവിടെയാണ് മകരവിളക്ക് ദർശിക്കുന്നതിന് അവസരം ലഭിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള ഈ 2 പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അയ്യപ്പ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഇപ്പോഴുള്ളത്. ശബരിമല സന്നിധാനത്ത് മാത്രമല്ല, പമ്പയിൽ, ഹിൽ ടോപ്പിലും അതുപോലെ ത്രിവേണിയിലും അങ്ങ് നമ്മൾ ഈ ഏതൊക്കെ ഭാഗത്ത് നിന്നാലാണോ പൊന്നമ്പലമേട്ടിൻ്റെ വിദൂര ദൃശ്യം സാധ്യമാകുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ അയ്യപ്പ വിശ്വാസികൾ കാത്തിരിക്കുകയാണ് ഈ ദീപാരാധന, പൊന്നമ്പലമേട്ടിലെ ദീപാരാധന കാണുന്നതിന് വേണ്ടി. മകര സംക്രമ സന്ധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചടങ്ങുകൾക്ക് ഒരു 15-20 മിനിറ്റിന് അരമണിക്കൂറിനുള്ളിൽ ശബരിമല സന്നിധാനം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. വലിയ ഭക്തജന തിരക്കാണ്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കഴിഞ്ഞ തീർത്ഥാടന വർഷങ്ങളൊക്കെ നഷ്ടമായെങ്കിൽ ഈ വർഷം ആ തീർത്ഥാടനത്തിന് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നീട് തീർത്ഥാടകർക്കുള്ള നിയന്ത്രണങ്ങൾ കുറേശ്ശെ നീക്കുകയും സ്വാമി അയ്യപ്പൻ റോഡിലൂടെയൊക്കെയുള്ള തീർത്ഥാടകരെ അനുവദിക്കുകയും ഒക്കെ ചെയ്തതോടെ കൂടുതൽ ഭക്തർ സന്നിധാനത്തെത്തിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സന്നിധാനത്തെത്തിയ ഇതര സംസ്ഥാന ഭക്തരിൽ വലിയ ഭാഗവും അവിടെ തന്നെ തുടരുന്നുണ്ട് എന്നാണ് പോലീസ് അയ്യപ്പന്മാർ നൽകുന്ന കണക്ക്. കാരണം ആരും മല ഇറങ്ങിയിട്ടില്ല. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരവിളക്കം ദർശിച്ച ശേഷമേ അവരിൽ പലരും ഇനി സന്നിധാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുകയുള്ളൂ. നേരത്തെ പമ്പയിൽ നിയന്ത്രിച്ച് നിർത്തിയിരുന്ന ഭക്തരെ ഇപ്പോൾ കൂട്ടമായി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം ഈ നടപ്പന്തലിലേക്ക് എത്തും. അവരെത്തുമ്പോഴേക്കും വലിയ തിരക്ക് അനുഭവപ്പെടും. അപ്പോൾ ദീപാരാധന കഴിഞ്ഞ് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന തീർത്ഥാടകരെ കൊണ്ടും സന്നിധാനത്തിന്റെ പരിസരം ആകെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ട ക്രമീകരണങ്ങൾ, അതിനുവേണ്ട റിഹേഴ്സലൊക്കെ എടുത്ത് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. സന്നിധാനത്ത് എവിടൊക്കെ നിന്നാലാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര കാണാൻ കഴിയുക, മകരവിളക്ക് ദർശിക്കാൻ കഴിയുക. ദീപാരാധനയുടെ സമയത്ത് നട തുറക്കുമ്പോൾ ആ നടയ്ക്ക് നേരെ നോക്കി
തൊഴുകൈകളോടെ നിൽക്കാൻ പറ്റുക. ആ സ്ഥലങ്ങളിലൊക്കെ ഭജനയും ജപവും കർപ്പൂരാഴിയും ഒക്കെയായി ഭക്തർ അവിടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് എവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സന്നിധാനത്തെ മാത്രം കാഴ്ചയല്ല. പമ്പയിൽ നിന്ന് പമ്പയിൽ നിന്ന് കാനനപാതയിലൂടെ കടന്നു വരുമ്പോൾ അപ്പാച്ചിമേട്ടിലും ശരംകുത്തിയിലും ഒക്കെ ഇതിന് സമാനമായ കാഴ്ചകളാണ്. എല്ലായിടത്തും ഭക്തരിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവർ അവിടെ തീർത്ഥാടകർ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ശരംകുത്തിയിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:20 സന്നിധാനത്ത് ആ തീർത്ഥയാത്ര പന്തളത്തു നിന്ന് പുറപ്പെട്ട അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണ പേടകങ്ങളുമായുള്ള ഘോഷയാത്ര, ആചാരപ്പെരുമകൾ കാത്തു സൂക്ഷിച്ച് കടന്നു വരുന്ന ആ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ആ സന്നിധാനത്തേക്ക് ആ ഘോഷയാത്ര എത്തുന്നതിന് മുന്നോടിയായി വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസ് അയ്യപ്പന്മാരും ഒക്കെ കാത്തു നിൽക്കുകയാണ്. ഇത് സന്നിധാനത്തെ നടപ്പന്തലിന് തൊട്ടുമുമ്പിലുള്ള ദൃശ്യങ്ങളാണ്. ആ നടപ്പന്തലിന്റെ അങ്ങേ വിദൂരതയിൽ ഒരു പക്ഷേ ആ ഘോഷയാത്ര എത്തിയിട്ടുണ്ടാകാമെന്ന് നമുക്ക് കരുതാം. മേളങ്ങളുടെ, താളമേളങ്ങളുടെ, ശരണം വിളിയുടെ, കർപ്പൂരാഴിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ കടന്നു വരുന്ന ആ ഘോഷയാത്രയെ സ്വീകരിക്കാൻ തിരുവാഭരണ പേടകങ്ങൾ കണ്ടു വണങ്ങുന്നതിനൊക്കെ ഭക്തർ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 1 ലക്ഷം തീർത്ഥാടകർ അവിടെ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് തീർത്ഥാടകരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കണക്കില്ലാത്ത തീർത്ഥാടകരെ, എണ്ണാൻ കഴിയാത്ത തീർത്ഥാടകരെ കൊണ്ട് സന്നിധാനം ആകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അത്തരം ഒരു കാഴ്ചകൾക്കിടയിലൂടെ, അത്തരം തിരക്കുകൾക്കിടയിലൂടെ പോലീസും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമൊക്കെ ഒരുക്കിയ വഴിയിലൂടെ അല്പസമയത്തിനകം തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്ര സന്നിധാനത്തേക്ക് കടന്നു വരും. അത് 18-ാം പടിയുടെ മുകളിലൂടെ ആ തീർത്ഥയാത്രാ സംഘം ഗുരുസ്വാമിമാരുടെ നേതൃത്വത്തിൽ കൊടിമരത്തിന്റെ ചുവട്ടിലെത്തും. അവിടെ നിന്നും ആ തിരുവാഭരണ പേടകങ്ങൾ ഏറ്റുവാങ്ങി ക്ഷേത്ര ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്നതോടെ ശ്രീകോവിൽ നടയടയ്ക്കും. പിന്നീട് അത് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായി ഉള്ള കാത്തിരിപ്പാണ്. 6:43 മുമ്പ് നട തുറക്കുമെന്നതാണ് ഇന്നത്തെ കണക്ക്. തുടർന്ന് പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും നടക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് സന്നിധാനമാകെ ഭക്തിസാന്ദ്രമാണ്. എവിടെയും ശരണ മന്ത്രങ്ങളാൽ മുഖരിതമാണ്. കർപ്പൂരാഴികൾ തെളിയിക്കാൻ കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. സന്ധ്യ ആകുന്നതോടെ, സന്ധ്യാ പൂജകൾ, ദീപാരാധന ആകുന്നതോടെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗങ്ങളൊക്കെ കർപ്പൂര ദീപങ്ങളാൽ മുഖരിതമാകും. അത്തരത്തിലുള്ള കാഴ്ചകൾക്ക് സന്നിധാനം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഈ വലിയ നടപ്പന്തലിലൂടെ സന്നിധാനത്തേക്ക് എത്തും. വിജയകുമാറിലേക്ക് എത്താം. ഇപ്പോൾ പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ഗോകുൽ രവി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഉന്മേഷ, അക്ഷരാർത്ഥത്തിൽ ഈ പമ്പ ഹിൽ ടോപ്പിലുള്ള സ്ഥലം, ഇവിടെ മകരജ്യോതി ദർശനത്തിന് ഒരുക്കിയിരുന്ന സ്ഥലം ആകെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു എന്ന് പറയാം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവിടെ കമ്പാർട്ട്മെന്റുകളിൽ മുഴുവൻ ഭക്തർ നിറഞ്ഞിരിക്കുന്നു. അവർ ശരണം വിളികളും അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ പാടി, കൈകൊട്ടി പാടിക്കൊണ്ട് ഈ മകരജ്യോതി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആളുകൾക്ക് സുഗമമായി ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകളായി ഈ ഭക്തർ ഇത്രയും ഏതാണ്ട് 2000-ത്തിലധികം ഭക്തർ ഇവിടെ ഹിൽ ടോപ്പിൽ മാത്രമുണ്ട്. ഒരുപക്ഷെ സന്നിധാനം കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ മകരജ്യോതി ദർശനത്തിനായി ഇത്തവണ കാത്തു നിൽക്കുന്നത് പമ്പ ഹിൽ ടോപ്പിലാണ്. 2 വർഷത്തിന് ശേഷം ഹിൽ ടോപ്പ് തുറക്കുമ്പോഴും ഈ ഹിൽ ടോപ്പിലേക്ക് ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. ഇവരെല്ലാവരും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഈ അന്തരീക്ഷത്തിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതും ആ നിമിഷവും ആ ദർശനവും കാത്താണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. ഇവരിൽ പലരും ദിവസങ്ങളായി സന്നിധാനത്തും അതുപോലെ തന്നെ പമ്പയിലുമൊക്കെ തമ്പടിച്ചു നിന്നവരാണ്. ഈ ദർശനത്തിന് വേണ്ടി, മകരജ്യോതി ദർശനം കാത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ തന്നെ കാത്തിരിക്കുന്നവരാണ്. ഇവരിൽ ഏറെ പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, പലരും കാൽനടയായി വന്ന ആളുകൾ. തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കാൽനടയായി വന്ന് ഇന്ന് ഉച്ചയോടെ ദർശനം പൂർത്തിയാക്കി താഴെ പമ്പയിലെത്തി ഇന്ന് ഇവിടെ ഹിൽ ടോപ്പിലേക്ക് വന്ന ഭൂരിഭാഗം ആളുകളും ദർശനത്തിന് ശേഷം ഇനി മകരജ്യോതി മാത്രം കാണുവാൻ വേണ്ടി മകരജ്യോതിക്കായി കാത്തിരിക്കുകയാണ്. അങ്ങ് പൊന്നമ്പലമേട് നമുക്ക് കാണാം. ഇപ്പോൾ അസ്തമയത്തിന് ശേഷം ഏതാണ്ട് ഇരുട്ട് മൂടി വരുന്നു. ആ ദൃശ്യങ്ങളിലും അവിടെയും ജ്യോതി ഇനി തെളിയുന്നത്, ആ ഇരുട്ട് മൂടിയ മലകൾക്ക് മേലെ മകരജ്യോതി തെളിയുന്നത് കാത്താണ് ഈ ഭക്തരെല്ലാം ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ഇവിടേക്ക് വിന്യസിച്ചിരിക്കുന്നു. ഇവിടുത്തെ തിരക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഈ ഓരോ കമ്പാർട്ട്മെന്റുകളെയും കൃത്യമായി അടച്ചുകൊണ്ട് ഇവിടെ നിന്ന്
പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ ഈ ജ്യോതി ദർശനത്തിന് ശേഷം പുറത്തേക്ക് ആളുകൾ പോകുമ്പോൾ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ പാളിച്ചയും ഉണ്ടാകരുത് എന്ന കൃത്യമായ നിർദ്ദേശം ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RAF-നെ കൂടി വിന്യസിച്ചിട്ടുണ്ട്, NDRF ഉണ്ട്, പോലീസ് ഉണ്ട്, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെ വിവിധ സേനകളുടെ ഭാഗമായ ആളുകൾ, അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തകർ ഇവർക്ക് ലഘുഭക്ഷണവും വെള്ളം വിതരണവുമായൊക്കെ മണിക്കൂറുകളായി കാത്തിരിക്കുന്ന ആളുകൾ ഉച്ച മുതൽ തന്നെ ഹിൽ ടോപ്പിലേക്ക് ശരി ഗോകുൽ, പമ്പ ഹിൽ ടോപ്പിലും വലിയ തോതിൽ ഭക്തജന തിരക്കാണിപ്പോൾ അനുഭവപ്പെടുന്നത്. വീണ്ടും ശബരിമല സന്നിധാനത്തേക്ക് VA ഗിരീഷ് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഗിരീഷ്, ഈ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഗിരീഷ്? ഉന്മേഷ്, തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്നും പുറപ്പെട്ടു ഏതാണ്ട് അല്പനിമിഷങ്ങൾക്കകം തന്നെ സന്നിധാനത്തേക്ക് എത്തിച്ചേരും. സന്നിധാനത്ത് ഇപ്പോൾ കൊടിമര ചുവട്ടിൽ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വം മന്ത്രി, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളെ കാണാം. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പനിമിഷങ്ങൾക്കകം തന്നെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. നേരത്തെ ശരംകുത്തിയിലും ഒക്കെ ആചാരപരമായ സ്വീകരണം ബോർഡ് നൽകിയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര 18ാം പടിയിലേക്ക് എത്തുന്നത്. അല്പനിമിഷങ്ങൾക്കകം തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലേക്കും തുടർന്ന് 18ാം പടിയിലേക്കും പ്രവേശിക്കും. അതുവരെ ഭക്തർക്ക് 18ാം പടി ചവിട്ടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇനി ഈ തിരുവാഭരണം എത്തി ക്ഷേത്ര കൊടിമര ചുവട്ടിൽ ഇത് സ്വീകരിച്ചതിന് ശേഷം തന്ത്രിക്കും അതോടൊപ്പം തന്നെ മേൽശാന്തിക്കും തിരുവാഭരണ പേടകം കൈമാറും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ഉണ്ടാകും. ഇതിനുശേഷം ആണ് മകരവിളക്ക് ദർശനം. ഈ മകരവിളക്ക് ദർശനത്തിനായി ദിവസങ്ങളായി കാത്തിരിക്കുന്ന നിരവധി 10,000-കണക്കിന് ഭക്തരാണ് ഇപ്പോൾ ക്ഷേത്ര പരിസരത്തുള്ളത്. ഇതിൽ അനവധി എന്നല്ല ഏതാണ്ട് ഭൂരിഭാഗവും തന്നെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ്. ഏറ്റവും കൂടുതൽ ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 10,000-കണക്കിന് ഭക്തർ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ശബരിമലയിലും പരിസരത്തും ഈ മകരവിളക്ക് ദർശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എത്തിയ ഇവർ തിരിച്ചു പോയിരുന്നില്ല. മകരവിളക്ക് ദർശനത്തിന് ശേഷം മാത്രമാണ് ഇവർ തിരിച്ചു പോവുക. എന്തായാലും ഇപ്പോൾ ശബരിമല സന്നിധാനം, അതോടൊപ്പം തന്നെ മാളികപ്പുറം, പാണ്ടിത്താവളം, കൊപ്രാക്കളം, അതോടൊപ്പം ഉരുൾസുഴി, മാങ്കൊണ്ട അയ്യപ്പ നിലയം, KSCB, ഫോറസ്റ്റ് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അയ്യപ്പന്മാർ കാത്തിരിക്കുകയാണ്. അതായത് നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ പൊന്നമ്പലമേട് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇവർ കാത്തിരിക്കുകയാണ്. ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് പർണശാലകൾ കെട്ടുന്നതിന് അനുമതി ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലിക രീതികൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഈ ഭക്തരുടെ. ഈ കാത്തിരിപ്പിനാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ കൂടി കഴിയുമ്പോൾ സമാപനമാകുന്നത്. ഈ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയ ശേഷം ഈ ദീപാരാധനയും അതിനുശേഷം മകരവിളക്ക് ദർശനവും കഴിയുന്നതോടുകൂടി ഈ ഭക്തർ ഈ ദർശനം കഴിഞ്ഞ് ഈ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി കാത്തിരുന്ന ഭക്തർ മലയിറങ്ങും. അതോടൊപ്പം തന്നെ ഈ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ദർശിക്കുന്നതിനായി ഒരു വലിയ ജനക്കൂട്ടം തന്നെ സന്നിധാനത്തുണ്ട്. വലിയ നടപ്പന്തലിലുണ്ട്. കാരണം 11 മണി മുതൽ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും ഭക്തരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് 5 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഭക്തരെല്ലാം തന്നെ നേരത്തെ സന്നിധാന സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞ പോലെ 5000-ഓളം ഭക്തർ ഈ ക്ഷേത്രത്തിന് പരിസരത്ത് ചുറ്റുമായി ദർശനത്തിന് വേണ്ടി ഇപ്പോഴും കാത്തു നിർത്തുന്നുണ്ട്. ഇവർക്ക് ദർശനം നൽകണം. അതോടൊപ്പം ഈ പമ്പയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് ദർശനം നൽകണം. ഇത്തരത്തിൽ ഒരു വലിയ തിരക്ക് ശബരിമലയിൽ സന്നിധാനത്തും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ 2019 ശേഷം അല്ലെങ്കിൽ 2018 ശേഷം ഉള്ള ഒരു വലിയ തിരക്ക് തന്നെ എന്ന് പറയാം. ദേവസ്വം ബോർഡിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് ശബരിമലയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ശരംകുത്തിയിൽ നിന്നും തിരുവാഭരണ ഭേടകം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. ഇത് സന്നിധാനത്ത് നിന്ന് വലിയ നടപ്പന്തലിലൂടെ 18ാം പടിയിലൂടെ കൊടിമര ചുവട്ടിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ എല്ലാവരും
ചേർന്ന് സ്വീകരിക്കും. ഇതിനുശേഷമാണ് ഈ തിരുവാഭരണ പേടകം ക്ഷേത്രം തന്ത്രിക്കും മേൽശാന്തിക്കും കൈമാറുക. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭക്തർ കാത്തിരിക്കുന്നത് ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ചെയ്യുന്നതിനും അതിനുശേഷമുള്ള അയ്യപ്പനെ കാണുന്നതിനുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സന്നിധാന സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞ പോലെ തന്നെ ഈ മകരവിളക്ക് ദർശനത്തിന് ശേഷം മലയിറങ്ങുന്നവരും അതോടൊപ്പം ഭഗവാനെ കാണുന്നത് തിരുവാഭരണം ചാർത്തി അയ്യപ്പനെ കാണുന്നതിനായി എത്തുന്നവരും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വഴിയിൽ കൂടെ മാത്രമേ തിരിച്ച് പമ്പയിലേക്ക് ഈ ദർശനം കഴിഞ്ഞ് ഭക്തർ ഇറങ്ങുന്നതിനുള്ള അനുമതിയുള്ളൂ. പമ്പയിൽ നിന്ന് കയറി വരുന്ന ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നതിനും ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ കൂടിക്കലരുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ബാരിക്കേഡുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അപകടഘട്ടങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒഴിവാക്കുന്നതിന് വേണ്ടി യുവകർമ്മ സേനയുടെ പല വിഭാഗങ്ങൾ സന്നിധാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആൾക്കാർ കൂട്ടമായി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ ഇവർ അനുവദിക്കുന്നില്ല. പകരം ഇവരെ പല സ്ഥലങ്ങളിലേക്ക് വികേന്ദ്രീകരിച്ച് നിർത്തിക്കൊണ്ട് പരമാവധി ആൾക്കൂട്ടം ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ തിങ്ങിക്കൂടുന്ന ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ NDRF ഒരുക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഭക്തരുടെ സുരക്ഷയെ മുൻനിർത്തിയുള്ള എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ കർപ്പൂര ആരതി തെളിയിച്ചും ശരണം വിളിച്ചും ഭക്തിഗാനങ്ങൾ പാടിയുമൊക്കെ ഈ ഭക്തർ കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് VA ഗിരീഷാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്തിലേക്ക് കൂടി. ശ്രീകാന്ത്, ഈ തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ എത്ര സമയമെടുക്കും ഇനി സന്നിധാനത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടി? വലിയ ഭക്തജന തിരക്കുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാന്ത്? അവസാനം ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവാഭരണ ഘോഷയാത്ര യൂട്ടേൺ പിന്നിട്ടു എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം മതി ഈ വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരാൻ. ഈ 6:20 സന്നിധാനത്തേക്ക് ഘോഷയാത്ര എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഒരല്പം നീണ്ടുപോയിട്ടുണ്ട്. യൂട്ടേൺ പിന്നിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യൂട്ടേൺ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് വലിയ നടപ്പന്തൽ ഉള്ളത്. എന്നും വലിയ നടപ്പന്തലും കടന്ന് 18-ാം പടിക്ക് തൊട്ട് താഴെ ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തും. തിരുവാഭരണ പേടകങ്ങൾ ദേവസ്വങ്ങളുടെയും ഒപ്പം ദേവസ്വം അംഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ കൊടിമരച്ചോട്ടിൽ സ്വീകരിക്കും. തന്ത്രിയും മേൽശാന്തിയും തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. സന്നിധാനമാകെ ഏതാണ്ട് 2-2.5 കിലോമീറ്റർ മുഴുവനായും ഈ നിലവിലിപ്പോൾ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും സംഘടിപ്പിച്ച ഒരേ നാമം മാത്രം സ്വാമിയെ ശരണമില്ല എന്ന നാമത്തോടുകൂടി എല്ലാവരും ഈ മകരജ്യോതി ദർശനത്തിനൊപ്പം ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന കാണുന്നതിനുമായി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. 3 പെട്ടികളാണ് നിലവിൽ ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ ഉള്ളത്. പെട്ടി 1-ൽ തിരുമുഖം, സഭാമണ്ഡലം, വലിയ ചുരുക, ചെറിയ ചുരുക, ആന, കടുവ, വെളുതിരുത്തിയ വലംകിരി ശംഖ്, ലക്ഷ്മീരൂപം, പൂന്തട്ടം, നവരത്നമോതിരം, കരപൊളിമാല, വെളുക്കുമാല, മണിമാല, ഇരുപ്പൂമാല, കഞ്ചമ്പരം എന്നിവയാണുള്ളത്. പെട്ടി 2-ൽ കലശത്തിനുള്ള തൈലക്കുടം, പൂജാപത്രങ്ങൾ എന്നിവയും ഇടം പിടിച്ചിട്ടുണ്ട്. പെട്ടി 3-ൽ കൊടിപ്പെട്ടി, നെറ്റിപ്പട്ടം, ജീവിത, കൊടികൾ, മുന്നട്ടക്കുട എന്നിവയാണ് ഉള്ളത്. അതായത് പന്തളം രാജകുടുംബം ശ്രീകാന്താണ് ശബരിമല സന്നിധാനത്തിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വിജയകുമാർ, തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുശേഷമുള്ള ചടങ്ങുകൾ എങ്ങനെയാണ് വിജയകുമാർ? ഉന്മേഷ, തിരുവാഭരണ ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വലിയ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് വലിയ നടപ്പന്തലിലേക്ക് അതിൻ്റെ ആ ഘോഷയാത്ര കടക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 18-ാം പടിയുടെ സമീപത്ത് കൊടിമരത്തിന് ചുവട്ടിൽ ഈ തിരുവാഭരണ പേടകങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം വലിയ നടപ്പന്തലിലൂടെ ആ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സന്നിധാനത്തേക്ക് എത്തും. അതിനുശേഷം അത് കൊടിമരച്ചുവട്ടിൽ സ്വീകരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോയി അല്പനിമിഷങ്ങൾക്കുള്ളിൽ ദീപാരാധനയ്ക്കായി ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്യും. സന്നിധാനം ആകെ ഭക്തിസാന്ദ്രമാണ്. ആ തിരുവാഭരണ ഘോഷയാത്ര ആചാരപ്പെരുമയോടെ, ആചാരപരമായ സവിശേഷതകളോടെ കടന്നു വരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടി സന്നിധാനം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. സന്നിധാനം ശുദ്ധിക്രിയകളൊക്കെ പൂർത്തിയാക്കി
മകരസംക്രമ പൂജയ്ക്ക് ഇന്ന് രാവിലെ തന്നെ ഒരുങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് 2:29 സന്നിധാനത്ത് സംക്രമ പൂജ നടന്നത്. ദീപാരാധനയ്ക്ക് സ്വാമിയെ ചാർത്തുന്നതിന് വേണ്ടിയുള്ള തിരുവാഭരണങ്ങൾ എത്തിക്കുന്നതിന് മുന്നോടിയായി വേണ്ട ഒരുക്കങ്ങളൊക്കെ ഇതിനോടകം അവിടെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. സന്നിധാനത്ത് ഏതാണ്ട് 5:30 ശരംകുത്തിയിൽ ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ചു. ദേവസ്വം ഭാരവാഹികളും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും ഒക്കെ ചേർന്ന് അതിനുശേഷം അവിടെ നിന്നും തീവട്ടികളുടെ മേളങ്ങളുടെ ഒക്കെ പെരുമയോടുകൂടി ആ ഘോഷയാത്ര ഇപ്പോൾ വലിയ നടപ്പന്തലിലേക്ക് കടന്നു വരികയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് വലിയ നടപ്പന്തലിലൂടെ കടന്ന് സന്നിധാനത്തേക്ക് എത്തും. അത് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതോടെ ദീപാരാധനയ്ക്ക് വേണ്ടി നടയടയ്ക്കുകയും ചെയ്യും. 6:43 ദീപാരാധനയ്ക്കായി നട തുറക്കും എന്നാണ് ഇന്നത്തെ കണക്ക്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എവിടെയൊക്കെ കയറാമോ അവിടെയൊക്കെ സ്വാമിമാർ മാത്രമാണ്. പർണശാലകളില്ലെങ്കിലും ഫോറസ്റ്റ് ഓഫീസിനടുത്തും KSCBയുടെ മുന്നിലും കൊപ്രാക്കളത്തിലും അയ്യപ്പ നിലയത്തിലും പാലാഴി അന്നദാന മണ്ഡപത്തിലും പാണ്ടിത്താവളത്തിലും മാളികപ്പുറത്തും സന്നിധാനത്തുമെല്ലാം കൂഴിക്കിടമില്ലാത്ത തരത്തിൽ ഈ സംക്രമ സന്ധ്യയിലെ ദീപാരാധന കാണുന്നതിനും ദീപാരാധനയ്ക്ക് ശേഷം മകരവിളക്ക് ദർശിക്കുന്നതിനും അയ്യപ്പ ധർമ്മവിശ്വാസികൾ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലായിടത്തു നിന്നും കാണാൻ കഴിയുന്നത്. ഈ ദീപാരാധനയും കണ്ടതിന് ശേഷമായിരിക്കും ഇപ്പോൾ സന്നിധാനത്തുള്ള മുഴുവൻ അയ്യപ്പ ഭക്തരും മലയിറങ്ങുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസമായി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തരിൽ വലിയൊരു ഭാഗവും അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ മുൻവർഷങ്ങളിൽ കോവിഡിനൊക്കെ ഉണ്ടായിരുന്ന മുൻവർഷങ്ങളിൽ അവിടെ പർണശാലകൾ തീർത്ത് കാനന വഴികളിലൊക്കെ നമുക്ക് അയ്യപ്പ ഭക്തരെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ പർണശാലകൾ കെട്ടാൻ അനുമതിയില്ലെങ്കിലും ഈ സന്നിധാനത്ത് നടപ്പന്തലിലും വലിയ നടപ്പന്തലിലും ചെറിയ നടപ്പന്തലിലും ഒക്കെയായി ക്യൂ കോംപ്ലക്സിന്റെ ഒക്കെ അരികുപറ്റി അയ്യപ്പ വിശ്വാസികൾ കാത്തിരിക്കുന്നുണ്ട് ഈ സംക്രമ സന്ധ്യയിലെ ദീപാരാധനയും മകരവിളക്കും ദർശിക്കുന്നതിന് വേണ്ടി. അവർക്കൊക്കെ സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ കിഴക്ക് പൊന്നമ്പലമായിട്ട് ദർശിക്കാവുന്ന ഏതൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ അത് പാണ്ടിത്താവളത്തും അതുപോലെ പമ്പ ത്രിവേണി ഹിൽ ടോപ്പിലുമൊക്കെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഭക്തരെ ഇന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങ് താഴെ വന്നാൽ പാഞ്ചാലിമേട് അടക്കമുള്ള മറ്റു മേഖലകളിലും വിശ്വാസികൾ കാത്തിരിക്കുന്നുണ്ട് മകരവിളക്ക് ദർശിക്കുന്നതിനായി. അങ്ങനെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി നമ്മൾ 6:30 അടുക്കുന്നു. ദീപാരാധനയ്ക്ക് നടയടയ്ക്കാൻ സമയമാകുന്നു. ഇപ്പോൾ നമ്മൾ വലിയ നടപ്പന്തലിൻ്റെ ഏറ്റവും പിൻഭാഗത്ത് ആ ഘോഷയാത്ര എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടിയാണ് പോകുന്നത്. അല്പസമയത്തിനകം ആ ഘോഷയാത്രയുടെ മുൻഭാഗം കടന്നു വരും. അതിനു മുമ്പ് മുഴുവൻ തീർത്ഥാടകരും ആ വഴി ഒഴിഞ്ഞു മാറി നിൽക്കണമെന്നാണ് പോലീസ് അയ്യപ്പന്മാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീവട്ടികളുടെ പ്രഭയിൽ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കർപ്പൂരാഴി തെളിയിച്ച് കർപ്പൂരാഴി ജ്വലിപ്പിച്ച് കടന്നു വരികയാണ് തിരുവാഭരണ ഘോഷയാത്ര. പന്തളത്ത് അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിട്ട തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇതാ സന്നിധാനത്തേക്ക് എത്തുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ആ ഘോഷയാത്രയുടെ മുൻഭാഗം 18-ാം പടിക്ക് താഴെ വലിയ നടപ്പന്തലിലൂടെ കടന്നു വരികയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം പന്തളത്ത് നിന്ന് ഗുരുസ്വാമിമാരുടെ നേതൃത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കാനുള്ള തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അത് കടന്നു വരികയാണ്. ആൽത്തറയുടെ താഴെയുടെ അത് തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര. അതിൻ്റെ ചമയങ്ങളൊക്കെ ഉണ്ട്, മുത്തുക്കുടകളുണ്ട്, മറ്റ് ചമയങ്ങളുണ്ട്. അത് കടന്നു വരികയാണ്. അല്പസമയത്തിനകം അത് 18-ാം പടി ചവിട്ടി ആ ഘോഷയാത്രയുടെ മുൻഭാഗം ആ ഘോഷയാത്രയിലെ പേടകങ്ങൾ അടങ്ങിയ ആളുകൾ ഗുരുസ്വാമിമാർ സന്നിധാനത്തേക്ക് ശബരിമല സന്നിധാനത്തേക്ക് ശ്രീകോവിലിന് മുന്നിലേക്ക് കൊടിമരച്ചുവട്ടിലേക്ക് പോകും. ആ ഘോഷയാത്ര കടന്നു വരാൻ വഴിയൊരുക്കുകയാണ്. ആ ഘോഷയാത്രയ്ക്ക് കടന്നു വരുന്നതിന് മുന്നോടിയായി അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തകർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവരൊക്കെ പന്തളം വലിയ കൊട്ടാരം മുതൽ പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഗുരുസ്വാമിമാരെയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന ആ സംഘം കടന്നു വരികയാണ്. അതിനൊപ്പമാണ് ഈ തിരുവാഭരണ വേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഗുരുസ്വാമിമാരും എത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കർപ്പൂരാഴിയാണ് സന്നിധാനത്തെ ഒരു കാഴ്ച. എവിടെ തിരിഞ്ഞാലും കർപ്പൂരം ജ്വലിപ്പിച്ച് കർപ്പൂരാഴിയുടെ സാന്നിധ്യത്തിൽ അയ്യപ്പ മന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു ദിവസമാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മകരസംക്രമ ദിവസം. സംക്രമ പൂജ കഴിഞ്ഞു ഉച്ചയ്ക്ക് 2:29. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്, അയ്യപ്പ ധർമ്മവിശ്വാസികളാകെ കാത്തിരിക്കുന്നത് മകരസംക്രമ ദിവസത്തെ ദീപാരാധനയ്ക്കാണ്. ഇത് ആചാരപരമായ ഒരു കാഴ്ചയാണ്. 18-ാം പടിക്ക് താഴെ ഈ കർപ്പൂരാഴി തെളിയിച്ച് ആ കർപ്പൂരാഴിയുടെ പ്രഭയിൽ ആണ് ഈ ഘോഷയാത്രയെ സ്വീകരിച്ച് 18-ാം പടി ചവിട്ടി ആ കൊടിമരത്തിന് ചുവട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. എവിടെ നോക്കിയാലും ശരണം വിളിച്ചു നിൽക്കുന്ന അയ്യപ്പ ധർമ്മവിശ്വാസികൾ. എവിടെ തിരിഞ്ഞാലും അവിടെയൊക്കെ കർപ്പൂര ആഴികളും കർപ്പൂര വിളക്കുകളും മാത്രമാണ് കാണാൻ കഴിയുന്നത്. ആ ഘോഷയാത്ര തിരുവാഭരണ പേടകം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുടെ ആദ്യ ഭാഗം, അതിൻ്റെ മുൻഭാഗം അത്
ഇപ്പോൾ കടന്നു വരികയാണ്. 18-ാം പടിക്ക് സമീപത്തേക്ക് അവർ കടന്നു പോവുകയാണ്. ഈ ഘോഷയാത്രയുടെ മധ്യഭാഗത്തായാണ് തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആളുകൾ കടന്നു വരുന്നത്. അതിർക്ക് ഓരോരുത്തരും ഓരോ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള 3 പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആളുകൾ എവിടെയൊക്കെ നിൽക്കണം, അവരെങ്ങനെയൊക്കെ ഈ 18-ാം പടിയിലൂടെ കടന്ന് ശ്രീകോവിലിന് മുന്നിലേക്ക് കടന്നു വരണം എന്നതിനൊക്കെ കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആ ഘോഷയാത്ര ഇപ്പോൾ വലിയ നടപ്പന്തൽ നടന്ന് തീർത്ഥാടകർക്കിടയിലൂടെ കടന്നു വരികയാണ്. അതിൻ്റെ മുൻഭാഗമാണ് ഇപ്പോൾ സന്നിധാനത്തെത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയൊരു ജനാവലി ആരവത്തോടെ നടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളും കാണാം. അവർക്ക് അതിനിടയിലാണ് തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഗുരുസ്വാമിമാർ കടന്ന് വളരെ വേഗത്തിലാണ് ആ ഘോഷയാത്ര നടന്നു വരുന്നത്. ഘോഷയാത്രയിൽ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നവരാണ് മറ്റൊരു വഴിയിലൂടെ നടപ്പന്തൽ ചവിട്ടാതെ നടപ്പന്തലിന് മറ്റൊരു ഭാഗത്തുകൂടി ഇപ്പോൾ 18-ാം പടിയുടെ താഴേക്ക് വന്നത്. അതിൻ്റെ 2ാമത്തെ ഭാഗം നമ്മൾ കാണുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ നിന്നും വലിയൊരു ആരവത്തോടുകൂടി മേളങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി പരമ്പരാഗതമായ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അതിശീഘ്രം സന്നിധാനത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവട്ടികളുടെ പ്രഭയിലാണ് ആ ഘോഷയാത്ര കടന്നു വരുന്നത്. മാലയണിയിച്ച് ശരംകുത്തിയിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും വോളണ്ടിയേഴ്സ് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്ന ആ ഘോഷയാത്ര തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ട് വരുന്ന ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയാണ്. വലിയ ആൾക്കൂട്ടം ഒരു ആരവത്തോടു കൂടിയാണ്, ശരണം വിളിച്ചെത്തുന്ന വലിയൊരു ആരവത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ആ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത്. എവിടെയും അത്തരം ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ നടപ്പന്തലിലൂടെ കടന്നു വരികയാണ് 18-ാം പടിയിലേക്ക്. അതിനു മുന്നിലെ കർപ്പൂര ആഴിയൊക്കെ കടന്ന് 18-ാം പടി ചവിട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. 18-ാം പടിക്ക് താഴെ ആ ഘോഷയാത്ര സ്വീകരിക്കാനായി അയ്യപ്പ സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അതിന് മുകളിൽ കൊടിമരച്ചുവട്ടിൽ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും അടങ്ങുന്നവർ കാത്തിരിക്കുന്നുണ്ട്. പിന്നീട് ആ ഘോഷയാത്രയുടെ മുൻഭാഗം ഗുരുസ്വാമിമാർ ഈ പേടകം വഹിച്ചുകൊണ്ട് വരുന്നവരും പന്തളം കൊട്ടാരത്തിന്റെ പ്രൗഢിയും ഒക്കെ സോപാനത്തിങ്കിലേക്ക് കടന്നു പോകും. ശ്രീകോവിലിന് താഴെ വെച്ച് അത് മേൽശാന്തിയും തന്ത്രിയും ഏറ്റുവാങ്ങി അത് സന്നിധാനത്തെ ആ ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. പിന്നെ ശ്രീകോവിൽ നടയടയ്ക്കുകയാണ്. അതിനുശേഷം ആ വിഗ്രഹത്തിൽ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൽ മകരസംക്രമ പൂജയിൽ ഈ വിഗ്രഹത്തിൽ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പേടകത്തിലുള്ള തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയാണ്. അത് 6:45 മുമ്പ് ആ നട തുറക്കും. അപ്പോഴാണ് ദീപാരാധന ദർശനം ഉണ്ടാവുക. ഈ സമയത്താണ് പൊന്നമ്പലമേട്ടിലും ദീപാരാധന നടക്കുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഈ 2 ദൃശ്യങ്ങളും കാണാൻ കഴിയും. സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. വളരെ വേഗത്തിലാണ് ആ ഘോഷയാത്ര 18-ാം പടിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പേടകം കടന്നു വരുന്നു, അതിന് നടുവിൽ, അതിന് അവസാനം, അങ്ങനെ 3ആയി കടന്നു വരികയാണ് അവർ. പന്തളം കൊട്ടാരം മുതൽ, പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ ഇങ്ങനെ ഈ ഘോഷയാത്ര ഈ പരമ്പരാഗത ചിട്ടവട്ടങ്ങളോടെ എല്ലാ കീഴ്വഴക്കങ്ങളും പാലിച്ച് കാനനപാതയിലൂടെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങളും ഭക്തിയാദരങ്ങളും ഏറ്റുവാങ്ങിയാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നിരവധി ക്ഷേത്രങ്ങളിൽ അത് പൂജയുണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ ഭക്തർക്ക് ഈ തിരുവാഭരണ പേടകങ്ങൾ വണങ്ങുന്നതിന് കഴിയുമായിരുന്നു. അതിനൊക്കെയുള്ള അവസരം ഒരുക്കി പരമ്പരാഗത കാനനപാതയിലൂടെ കടന്നു വന്ന ഘോഷയാത്രയാണ് ശരംകുത്തിയിൽ 5:30 എത്തിയത്. ശരംകുത്തിയിൽ ആചാരപരമായ വരവേൽപ്പ് ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് വലിയ നടപ്പന്തലിലൂടെ എല്ലാം കടന്നു വന്നിരിക്കുന്ന ആ ഘോഷയാത്ര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായ അടുപ്പമുള്ള ഒരു ഘോഷയാത്രയാണ്. കാരണം പന്തളം മുതൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം കൊട്ടാരം മുതൽ ഇവിടെ വരെ സന്നിധാനം വരെ എത്രയോ പരമ്പരാഗതമായ കാനനപാതകളിലൂടെ എത്രയോ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാ മകരസംക്രമ ദിവസവും ഈ കാണുന്നത്. ആ കാഴ്ച ഈ സംക്രമ ദിവസവും നമ്മൾ കാണുകയാണ്. സന്നിധാനത്ത് ശ്രീകോവിലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഒപ്പം 18-ാം പടി ചവിട്ടാൻ ഒരുങ്ങുകയാണ്. ആ പേടകം ഇതാ 18-ാം പടി ചവിട്ടി കടന്നു പോകുന്നു. അവർക്ക് വഴിയൊരുക്കുകയാണ് പോലീസ് അയ്യപ്പന്മാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ശരണം വിളിച്ചുകൊണ്ട് ആ ഘോഷയാത്രയുടെ ആദ്യ ഭാഗം തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. 18-ാം പടിയുടെ കമനീയമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 18-ാം പടി ചവിട്ടി കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് ആ ഘോഷയാത്രയുടെ ആദ്യ ഭാഗം എത്തുകയാണ്. അവിടെ അവരെ വരവേൽക്കാൻ, അവരെ സ്വീകരിക്കാൻ, ആചാരപരമായ സ്വീകരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ട്. അവർ മാല അണിയിച്ച് ആ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കുകയാണ്. ആ പൂമാല അണിയിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പേടകം നേരെ സോപാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ സോപാനത്തിന് താഴെ ശ്രീകോവിൽ താഴെ അത് സ്വീകരിക്കാൻ തന്ത്രിയും മേൽശാന്തിയും ഉണ്ടാകും. അവർ ഏറ്റുവാങ്ങി അത് ശ്രീകോവിലിനുള്ളിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൊണ്ട് നോക്കൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ എത്തിയിരിക്കുന്ന ഭക്തർക്ക് അതിൽ ഒന്ന് വണങ്ങുന്നതിന്, ഒന്ന് തൊടുന്നതിന് ഒക്കെയുള്ള സാധ്യതയുണ്ടോ എന്ന് തിരക്ക് കൂട്ടുന്ന ഭക്തരെ നമുക്ക് കാണാൻ കഴിയും. ചിലർക്ക് അതിലൊരു മാല അണിയിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഔദ്യോഗികമായി ഇത് സ്വീകരിക്കുന്നത്. അവിടെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുണ്ട്, ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. അവരൊക്കെ അത് സ്വീകരിച്ച് അത് ഇപ്പോൾ ശ്രീകോവിലേക്ക് കൊണ്ടുപോവുകയാണ്. സന്നിധാനത്ത്
ശ്രീകോവിലിന് മുന്നിലെ ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന് മുന്നിലേക്ക് ആ ഘോഷയാത്ര നീങ്ങുകയാണ്. കൊടിമരത്തിന് ചുവട്ടിലൂടെ സോപാനത്തിലേക്കുള്ള വഴി നടന്ന് നീങ്ങുകയാണ് ആ ഘോഷയാത്രയുടെ മുൻഭാഗം. ഒപ്പം അതിന് പിന്നിൽ മറ്റു പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിലെ ഗുരുസ്വാമിമാരും കടന്നു വരുന്നുണ്ട്. അവർക്ക് പോകുന്നതിനുള്ള വഴിയൊരുക്കുകയാണ്. പന്തളം കൊട്ടാരം മുതൽ ഇത് ശിരസിലേന്തി വലിയ വ്രതനിഷ്ഠയോടുകൂടിയാണ് ഈ ഘോഷയാത്ര കടന്നു വരുന്നത്. അയ്യപ്പ ധർമ്മവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരാഗത കാനനപാത ഒപ്പം ഈ തിരുവാഭരണം കടന്നു വരുന്ന വഴി തിരുവാഭരണ വഴി എന്നാണ് അതിന് സർക്കാർ രേഖകളിൽ തന്നെ ഉള്ളത്. അങ്ങനെ തിരുവാഭരണ വഴിയിലൂടെ കടന്നു വരുന്ന ആ ഘോഷയാത്ര വ്രതനിഷ്ഠയോടെ കടന്നു വരുന്ന വിശ്വാസികൾ അടങ്ങുന്ന വലിയൊരു സംഘം ഇതിനെ അനുഗമിക്കുന്നുണ്ട്. ആരൊക്കെ പങ്കെടുക്കണം എന്നതിന് പോലും കൃത്യമായ വ്യവസ്ഥയുണ്ട്. പന്തളം കൊട്ടാരത്തിന്റെ രാജപ്രതിനിധി ഈ ഘോഷയാത്രയെ അനുഗമിച്ച് സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ സ്വീകരിച്ച് ഈ ഘോഷയാത്രയുടെ തിരുവാഭരണ പേടകങ്ങൾ ഇപ്പോൾ സന്നിധാനത്ത് ശ്രീകോവിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പനിമിഷങ്ങൾക്കകം ശബരിമലയിലെ സന്നിധാനത്തെ നടയടയ്ക്കും. ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. 6:38 ആയിരിക്കുന്നു. ദീപാരാധനയ്ക്കുള്ള സമയമാകുന്നു. 10 മിനിറ്റിന് അകം, അതായത് 45-ന് മുമ്പ് ദീപാരാധന പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു തീരുമാനം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പ് ഈ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങളൊക്കെ ചാർത്തി അയ്യപ്പനെ അണിയിച്ചൊരുക്കിയാണ് ദീപാരാധനയ്ക്കായി നട തുറക്കുന്നത്. മകര സംക്രമ സന്ധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആ കാഴ്ചയ്ക്ക് സന്നിധാനം ഒരുങ്ങുകയാണ്. ഇപ്പോൾ ശ്രീകോവിലിന് മുന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വെളിച്ചത്തിന്റെ ചെറിയ പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. ശ്രീകോവിലിന് മുന്നിൽ ആ ഘോഷയാത്രയെ സ്വീകരിച്ച തിരുവാഭരണ പേടകങ്ങൾ ഗുരുസ്വാമിമാരുടെ ശിരസിൽ നിന്ന് ഏറ്റുവാങ്ങി ശബരിമല തന്ത്രിയും മേൽശാന്തിയും അത് ശ്രീകോവിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ശ്രീകോവിലേക്ക് ആ പേടകങ്ങൾ എത്തിച്ചതോടുകൂടി ആ നടയടയ്ക്കും. മാളികപ്പുറത്തും നടയടയ്ക്കും, സന്നിധാനത്ത് നടയടയ്ക്കും. തുടർന്ന് ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ ദീപാരാധന അല്പസമയത്തിനകം നട തുറക്കും. ഇനി ദീപാരാധനയ്ക്ക് വേണ്ടി ആ ദർശന പുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. ഒരു കണ്ണ്, അതായത് സന്നിധാനത്ത് ശ്രീകോവിലിന് മുന്നിലേക്ക് നോക്കണം, ഒപ്പം ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിലേക്കും. അങ്ങനെ രണ്ട് കാഴ്ചകൾക്കാണ് സന്നിധാനം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ ശുദ്ധിക്രിയകൾ, 2 തരം ശുദ്ധിക്രിയകളാണുള്ളത്. ബിംബ ശുദ്ധിയും ഒപ്പം ക്ഷേത്രശുദ്ധിയും. ഈ ശുദ്ധിക്രിയകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ശബരിമല ക്ഷേത്രം, അതാണ് സന്നിധാനത്ത് നിന്ന് നമ്മൾ കാണുന്നത്. കൊടിമരത്തിന് ചുവട്ടിലായിരുന്നു ഈ സ്വീകരണ ചടങ്ങുകൾ നടന്നത്. അതിനുശേഷമാണ് ആ ഘോഷയാത്ര ഇപ്പോൾ ശ്രീകോവിലിനുള്ളിൽ തിരുവാഭരണ പേടകങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ദൂരെ കാണാം പൊന്നമ്പലമേടിന്റെ ദൃശ്യങ്ങൾ. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് അവിടെയും ദീപാരാധന നടക്കും. ആ ദീപാരാധന ദർശിക്കുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല സന്നിധാനത്ത് മാത്രമല്ല, അവിടെ എവിടെയൊക്കെ നിന്നാലാണോ പൊന്നമ്പലമേടിന്റെ ഒരു വിദൂര ദൃശ്യമെങ്കിലും കിട്ടുക, അവിടെയൊക്കെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ കോവിഡിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ഇളവുകളില്ല, എല്ലായിടത്തും നിൽക്കാനുള്ള അനുവാദമില്ല. പക്ഷേ അത്തരം സ്ഥലങ്ങളിൽ നിൽക്കാൻ പറ്റുന്നിടത്തൊക്കെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. പർണശാലകൾ തീർത്ത് വനാന്തരങ്ങളിൽ കാത്തു നിൽക്കുന്ന പരമ്പരാഗത രീതിയിലുള്ള ഭക്തരെ നമുക്ക് മുൻകാലങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരം കാഴ്ചകൾ കാണാൻ കഴിയില്ല. കാരണം പർണശാലകൾ കെട്ടാൻ അനുമതിയില്ല. പകരം ഇത്തരത്തിൽ അനുവദിക്കപ്പെട്ട സ്ഥലത്ത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നമുക്ക് നിൽക്കാനേ കഴിയുള്ളൂ. ഇത് ശ്രീകോവിലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നടയടച്ചിരിക്കുകയാണ്. അവിടെ സോപാനത്തിന് താഴെ ഇടയ്ക്ക കൊട്ടി അയ്യപ്പ സ്തുതികൾ മുഴക്കി കാത്തു നിൽക്കുന്നുണ്ട്. പരമ്പരാഗതമായ കീഴ്വഴക്കങ്ങളോടെ ആചാരങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്ത് ദീപാരാധനയ്ക്ക് എല്ലാ നടപടിക്രമങ്ങളും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി ഇപ്പോൾ ഇനി ശ്രീകോവിൽ നട തുറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ ഇപ്പോൾ കയറ്റിവിട്ടു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വലിയ കൂട്ടങ്ങൾ ഇപ്പോൾ ശരംകുത്തി വഴി വരക്കൂട്ടം വഴിയൊക്കെ വലിയ ക്യൂ കോംപ്ലക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദർശനത്തിന് അനുമതി ലഭിക്കണം. ഇപ്പോൾ തന്നെ ശ്രീകോവിൽ, അതായത് 18ാം പടിക്ക് മുകളിൽ 5000-നും 10,000-നും ഇടയിൽ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ദർശനത്തിന് അവസരം ഒരുക്കണം. അങ്ങനെ ശബരിമലയിൽ ഈ സംക്രമ ദിവസം ദീപാരാധനയ്ക്ക് ലക്ഷങ്ങൾ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഭക്തലക്ഷങ്ങൾ എത്തും. ഇന്ന് വൈകുന്നേരം ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെയുള്ള സമയത്ത്. അപ്പോൾ ഇവിടേക്കുള്ള വരവ് തിരിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ സന്നിധാനത്ത് കാത്തു നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരൊക്കെ അടങ്ങുന്ന ഭക്തർ അവർക്ക് തിരികെ പോകുന്നതിന് ഉള്ള അവസരം ഒരുക്കണം. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങാം. ദീപാരാധനയ്ക്ക് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ദീപാരാധനയ്ക്ക് നട തുറക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. നമുക്ക് ശ്രീകോവിലിന് തൊട്ടു മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തിരുവാഭരണം അവിടേക്ക് കൊണ്ടുപോയി, ശ്രീകോവിലേക്ക് കൊണ്ടുപോയി തിരുവാഭരണ പേടകങ്ങൾ അവിടെ എത്തി. അതിനുശേഷം നടയടച്ചിരിക്കുകയാണ്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ സന്നിധാനത്ത് ദീപാരാധനയ്ക്കായി നട തുറക്കും. ആ നട തുറക്കുന്നതിന് കാത്തു നിൽക്കുകയാണ് സന്നിധാനത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ. ഒപ്പം കിഴക്ക് പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയ്ക്കും കാത്തു നിൽക്കുകയാണ്. മകരസംക്രമ സന്ധ്യ എന്ന അതിവിശേഷ ചടങ്ങ്, അതിവിശേഷ ദിവസം ഭക്തരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ ദിവസം, ആ സന്ധ്യ, ആ ദിവസം തീർത്ഥാടനം നടത്തുക, തീർത്ഥ സ്നാനം നടത്തുകയൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി ആ പുണ്യ ദിവസത്തിന് വേണ്ടി, ആ പുണ്യ മുഹൂർത്തത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് സന്നിധാനത്ത് വിവിധയിടങ്ങളിൽ. ഇത് ക്യൂ കോംപ്ലക്സിലും ഒക്കെ കാത്തു നിൽക്കുകയാണ് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വിശ്വാസികൾ. അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസ് അയ്യപ്പന്മാരും ഒക്കെ അടങ്ങുന്ന വലിയ സംഘം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എവിടൊക്കെ നിന്നാലാണോ പൊന്നമ്പലമേടിന്റെ ഒരു വിദൂര ദൃശ്യമെങ്കിലും കാണാൻ പറ്റുക, അവിടെയൊക്കെ ആളുകൾ കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ ശബരിമല ശ്രീകോവിലിനെ ലക്ഷ്യമാക്കി നിൽക്കുകയാണ് ഇവരൊക്കെ. ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പ വിഗ്രഹം ദീപാരാധന സമയത്ത് ഒരു പക്ഷേ 18ാം പടിക്ക് താഴെ നിൽക്കുന്നവർക്ക് കാണാൻ കഴിയില്ലെങ്കിലും അവരൊക്കെ ശ്രീകോവിലിനെ നോക്കി തൊഴുകൈകളോടെ, നിറകണ്ണുകളോടെ കാത്തു നിൽക്കുകയാണ്. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ശബരിമല തീർത്ഥാടനത്തിന്റെ 2ാം ഘട്ടം, അതായത് മകര വിളക്കുത്സവത്തിനായി നട തുറന്നാൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ മകരസംക്രമ ദിവസത്തെ സംക്രമ പൂജയും സംക്രമ സന്ധ്യയിലെ ദീപാരാധനയും മകരവിളക്കുമൊക്കെ. അത് കാണുക എന്നത് അയ്യപ്പ ധർമ്മവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമുണ്ട് എന്ന് അവർ കരുതുന്ന ഒരു ദിവസം കൂടിയാണ്. ആ നിലയിൽ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥയാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലും ആ തീർത്ഥയാത്രയ്ക്ക് ശരീരവും മനസ്സും സജ്ജമാക്കി പാകമാക്കി കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്തും. പമ്പ മുതൽ, നമുക്ക് അത് കൃത്യമായി പറഞ്ഞാൽ പമ്പ മുതൽ സന്നിധാനം വരെ പലയിടങ്ങളിലായി നമുക്ക് കാണാൻ കഴിയുന്നത്. സന്നിധാനത്ത് കഴിഞ്ഞ 2 ദിവസമായി എത്തിയ തീർത്ഥാടകരാരും മലയിറങ്ങിയിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ തന്നെ കണക്കുകൾ. അവരൊക്കെ സന്നിധാനത്ത് കാത്തു നിൽക്കുകയാണ്. അയ്യപ്പസ്വാമിയെ ഈ മകരസംക്രമ സന്ധ്യയിൽ തിരുവാഭരണ വിഭൂഷിതനായി കണ്ട് മകരസംക്രമ ദിവസത്തെ ദീപാരാധനയും തൊഴുത് പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും കണ്ട് വണങ്ങി മലയിറങ്ങാൻ കാത്തു നിൽക്കുന്ന ഭക്തലക്ഷങ്ങളെ കൊണ്ട് സന്നിധാനവും ശബരിമലയും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. ശബരിപീഠത്തിലും ശരംകുത്തിയിലും ഒക്കെ പമ്പയിലും ഒക്കെ തീർത്ഥാടകർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പമ്പയിലൊക്കെയുള്ള തീർത്ഥാടകർക്ക് ഇനി ഈ രാത്രി നടന്നു വന്ന് ദർശനം കിട്ടണം, അതിനുള്ള അവസരം ഉണ്ടാകുമോ, ഇന്ന് നടയടയ്ക്കുന്നതിന് മുമ്പ് അവർക്ക് തീർത്ഥാടനത്തിന് എത്താൻ കഴിയുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അവർക്കൊക്കെ ഇനിയും കടന്നു വരാനും ഈ മകരവിളക്ക് കഴിഞ്ഞാലും നട കുറച്ച് ദിവസം കൂടി തുറക്കും. ആ ദിവസങ്ങളിലും ഈ തിരുവാഭരണം ചാർത്തിയ അയ്യപ്പസ്വാമിയെ കാണാൻ കഴിയുമെന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ്, അത് കുറച്ച് ദിവസം കൂടി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ ദർശനം ഉണ്ടാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ദീപാരാധനയ്ക്ക് ശേഷം വരുന്നവർക്കും തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ ദർശനം സാധ്യമാകുമെന്നതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും ഈ തിരക്ക് തുടരും. ശബരിമലയിലെ തിരക്കിന്റെ കാര്യത്തിൽ ഈ 2ാം ഘട്ട തീർത്ഥാടനത്തിന് ശേഷം വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കരുതിയതിനപ്പുറത്തേക്ക് തീർത്ഥാടകരെത്തി എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും അതിനപ്പുറത്തേക്കുള്ള വലിയ ജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 2-3 ദിവസമായി സന്നിധാനത്തേക്ക് എത്തിയ തീർത്ഥാടകരൊക്കെ ആ ഭാഗത്ത് തങ്ങുന്നുണ്ട്. അവരൊക്കെ ഈ ദിവസം ഈ തീർത്ഥാടന കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആ സന്ധ്യാ ദീപാരാധനയും മകരവിളക്കും ദർശിച്ചതിന് ശേഷം മടങ്ങാൻ കാത്തു നിൽക്കുകയാണ്. അല്പനിമിഷങ്ങൾക്കകം ദീപാരാധനയ്ക്കായി നട തുറക്കും. നട തുറക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലായിടത്തും. ഭക്തരൊക്കെ, തീർത്ഥാടകരൊക്കെ ശബരിമല പൊന്നമ്പലമേട്ടിലേക്കും സന്നിധാനത്തേക്കുമൊക്കെ തൊഴുകൈകളോടെ കൈകൂപ്പി നിൽക്കുകയാണ്. എവിടെയും ശരണം വിളികളാൽ മുഖരിതമാണ്, ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. അയ്യപ്പന്റെ ശ്രീകോവിലിൽ നിന്നുള്ള മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ നൽകുന്നുണ്ട്. ശ്രീകോവിൽ നട ഇപ്പോഴും അടച്ചിരിക്കുകയാണ്. തിരുവാഭരണ പേടകങ്ങളിലുള്ള ആഭരണങ്ങളൊക്കെ അയ്യപ്പനെ ആചാരപരമായി തന്നെ അണിയിക്കേണ്ടതുണ്ട്. അതൊക്കെ അണിയിച്ചതിന് ശേഷമായിരിക്കും നട തുറക്കുന്നത്. ആ നട തുറക്കുന്നതിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുദ്ധിക്രിയകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ശബരിമല ഈ നിലയിൽ അണിഞ്ഞൊരുങ്ങാറാണ് പതിവ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കുന്ന പൂക്കൾ കൊണ്ട് സന്നിധാനമാകെ മനോഹരമായി അലങ്കരിക്കും, ശ്രീകോവിലാകെ അലങ്കരിക്കും, ക്ഷേത്രം അപ്പാടെ അലങ്കരിക്കും. അവിടെ ഫയർഫോഴ്സ് വെള്ളമൊഴിച്ച് ആ ഭാഗമാകെ കഴുകി വൃത്തിയാക്കിയാണ് പിന്നീട് തീർത്ഥാടകരെ അനുവദിക്കുന്നത്. അങ്ങനെ ഇന്ന് ഉച്ചയോടുകൂടി സംക്രമ പൂജയ്ക്ക് ശേഷം
കാത്തിരിക്കുകയാണ്. എല്ലാ തരത്തിലും ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച്, കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധന ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളാൻ സന്നിധാനം സജ്ജമാവുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ. അങ്ങനെ കുറ്റമറ്റ തീർത്ഥാടനത്തിന് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം ഒരുപക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഉണ്ടാകും. ആ നിലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നേരത്തെ മുതലൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ ഗുണം അവിടെ എത്തിയ തീർത്ഥാടകർക്ക് സുഖദർശനത്തിലൂടെ സാധ്യമായിട്ടുണ്ടെന്ന് കരുതാം. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ നടപ്പന്തലിന് സമീപത്തുള്ള അരയാൽത്തറയിൽ, അതുപോലെ പൊന്നമ്പല മേട്ടിനെ ദൃശ്യമാക്കാൻ കഴിയുന്ന മറ്റിടങ്ങളിൽ, കർപ്പൂര ആഴിക്ക് സമീപം ഒക്കെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നട തുറക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അല്പനിമിഷങ്ങൾക്കുള്ളിൽ ദീപാരാധനയാണ്. സന്നിധാനത്ത് ദീപാരാധന നടക്കുകയാണ്. ഇപ്പോൾ ശ്രീകോവിൽ നട തുറന്നിരിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ സംക്രമ സന്ധ്യയിലെ ദീപാരാധന നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദീപാരാധനയുടെ ദൃശ്യങ്ങൾ. ദീപാരാധനയ്ക്കായി നട തുറന്ന ശേഷം എവിടെയും മണിനാദം മുഴങ്ങുന്നു, ശംഖനാദം മുഴങ്ങുന്നു. ആളുകൾ ഇങ്ങനെ ദീപാരാധന കാണുന്നതിനായി എവിടെയൊക്കെ നിന്നാലാണ് ശ്രീകോവിലിലെ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള അയ്യപ്പ ദർശനം സാധ്യമാകുന്നു എന്ന് കാത്തു നിൽക്കുകയാണ്. അവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ മുൻനിരയിലുണ്ട്, ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട്, ദേവസ്വം മന്ത്രിയുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവരെയും കാണാം. മണിനാദം മുഴങ്ങുന്നു. ശബരിമല ദീപാരാധനയാണ്. സംക്രമ സന്ധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ശബരിമലയിലെ ദീപാരാധനയ്ക്ക് നട തുറന്നിരിക്കുന്നു. തിരുവാഭരണ വിഭൂഷിതനായി അയ്യപ്പസ്വാമിയെ കണ്ടു വണങ്ങുന്നതിനായി ഭക്തലക്ഷങ്ങൾ കാത്തു നിൽക്കുകയാണ്. അവർക്ക് ദർശന സായുജ്യമാണ് ഈ ദീപാരാധന. ദീപാരാധനയുടെ ദൃശ്യങ്ങളിലേക്കാണ്. അയ്യപ്പ മന്ത്രങ്ങളാൽ മുഖരിതമായ, കർപ്പൂര ദീപങ്ങളാൽ മുഖരിതമായ, കർപ്പൂരാഴികളാൽ മുഖരിതമായ, ചന്ദനഗന്ധം നിറഞ്ഞ ശബരിമല സന്നിധാനത്തെ ആ ദീപാരാധനയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭക്തരെ സംബന്ധിച്ച്, തീർത്ഥാടകരെ സംബന്ധിച്ച് അവരുടെ തീർത്ഥാടന ജീവിതത്തിലെ ഏറ്റവും സഫലമായ നിമിഷങ്ങളിൽ ഒന്നിലൂടെയാണ് ശബരിമല സന്നിധാനം ഇപ്പോൾ കടന്നു പോകുന്നത്. വലിയ തിരക്കാണ് എല്ലായിടത്തും. ഭക്തലക്ഷങ്ങളെ കൊണ്ട് സന്നിധാനം അപ്പാടെ നിറഞ്ഞിരിക്കുകയാണ്. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സന്നിധാനത്ത് ഏതാണ്ട് 6:50 നട തുറന്നിരിക്കുകയാണ്. നട തുറന്ന് ദീപാരാധന പൂർത്തിയാകുമ്പോഴേക്കും പൊന്നമ്പലമേട്ടിൽ ദീപാരാധന തുടങ്ങും. പൊന്നമ്പലമേട്ടിലെ ദീപാരാധന കാണുന്നതിന് വേണ്ടി പൊന്നമ്പലമേട് ദൃശ്യമാക്കി ആളുകൾ കാത്തിരിക്കുകയാണ്, ഭക്തർ കാത്തിരിക്കുകയാണ്. സന്നിധാനത്ത് മാത്രമല്ല, പണ്ടിത്താവളത്തും അതുപോലെ ഹിൽ ടോപ്പിലും ത്രിവേണിയിലും ശരംകുത്തിയിലും ഒക്കെ ഇങ്ങനെ ഭക്തർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ, ഹൈ റേഞ്ചുകളിൽ ഇങ്ങനെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. എവിടൊക്കെ നിന്നാലാണ് പൊന്നമ്പലമേടിന്റെ ഒരു വിദൂര ദൃശ്യമെങ്കിലും സാധ്യമാവുക, അവിടെയൊക്കെ ആളുകൾ കാത്തിരിക്കുകയാണ്. വിശ്വാസികൾ, അയ്യപ്പധർമ്മ വിശ്വാസികളൊക്കെ കാത്തിരിക്കുകയാണ്. ശ്രീകോവിലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾക്കൊപ്പം നമ്മൾ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിന്റെ വിദൂര ദൃശ്യം കൂടി നൽകുന്നുണ്ട്. അല്പസമയത്തിനകം പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് ദർശനമുണ്ടാകും. അവിടെ ദീപാരാധന നടക്കുകയാണ്. പൊന്നമ്പലമേട് ശ്രീധർമ്മശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ, മണികണ്ഠസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ധർമ്മശാസ്താവിന്റെ ശ്രീമൂല സ്ഥാനമാണ് പൊന്നമ്പലമേട്. പൊന്നമ്പലമേട്ടിൽ മകരസംക്രമ ദിവസം അവിടെ ദീപാരാധന നടത്തുന്നത് ദേവഗണങ്ങളാണ് എന്നാണ് വിശ്വാസം. അതാണ് അയ്യപ്പ ധർമ്മവിശ്വാസികൾ കരുതുന്നത്. അതുകൊണ്ട് അത്തരം ആ ദീപാരാധനയ്ക്ക് വേണ്ടി, ആ ദീപാരാധനയുടെ ദൃശ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പൊന്നമ്പലമേട്ടിൽ അയ്യപ്പ വിശ്വാസികൾ. ആ പൊന്നമ്പലമേട്ടിന്റെ ദൃശ്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. അല്പസമയത്തിനകം അവിടെ ദീപാരാധന നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതാ ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പൊന്നമ്പലമേട്ടിലെ ദീപാരാധന, ആ പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയുടെ ദൃശ്യങ്ങൾ എവിടെയും പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും നടക്കുകയാണ്. അവിടേക്ക് ആ പൊന്നമ്പലമേട് ലക്ഷ്യമാക്കി തൊഴുകൈകളോടെ ഭക്തർ കാത്തു നിൽക്കുന്നു. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീമൂല സ്ഥാനമായ പൊന്നമ്പലമേട്ടിലും ദീപാരാധന നടന്നു. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും
നടന്നു. ഇനിയിപ്പോൾ തീർത്ഥാടകർക്ക് മലയിറങ്ങാനുള്ള സമയമാണ്. പമ്പയിലും ത്രിവേണിയിലും നിലയ്ക്കലിലും ഒക്കെ കാത്തു നിൽക്കുന്ന ലക്ഷങ്ങൾക്ക് മല കയറാനുള്ള സമയമാണ്. പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയ്ക്ക് ശേഷം പന്തളം രാജകുടുംബത്തിന്റെ പിതൃസ്ഥാനീയരായ അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ രാജകുടുംബത്തോടൊപ്പം എത്തിയ ഗുരുസ്വാമിമാരൊക്കെ ഇപ്പോൾ ക്ഷേത്രം ശ്രീകോവിലിന് മുന്നിൽ തിരുവാഭരണം ചാർത്തി അയ്യപ്പനെ കണ്ടു വണങ്ങി അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇതിപ്പോൾ നമ്മൾ ആ ക്യൂ കോംപ്ലക്സിലേക്കുള്ള ദൃശ്യങ്ങളാണ്. ഇനി തിരക്കിന്റെ സമയമാണ്. പോലീസ് അയ്യപ്പന്മാർക്ക് വലിയ ജോലി ആണ് ഇനിയുള്ളത്. ഈ തീർത്ഥാടകർക്ക് അപകടമൊന്നും കൂടാതെ സുഗമ ദർശനത്തിനുള്ള സാഹചര്യം ഒരുക്കണം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ ക്രമീകരണങ്ങളൊക്കെ മതിയാകുമോ എന്ന് നമുക്കറിയില്ല. കാരണം പമ്പയിൽ ഉച്ചയോടുകൂടി നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്ന തീർത്ഥാടകരെ കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഓട്ടമാണ്, 18ാം പടി ചവിട്ടി അയ്യപ്പ ദർശനത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് തീർത്ഥാടകരുടെ. അങ്ങനെ ഓടി എത്തുന്ന തീർത്ഥാടകർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസ് അയ്യപ്പന്മാരും ഒക്കെ. എല്ലായിടത്തും അയ്യപ്പ മന്ത്രങ്ങളാൽ മുഖരിതമായ കർപ്പൂര ഗന്ധം നിറഞ്ഞ കർപ്പൂരാഴി നിറഞ്ഞ ചന്ദനഗന്ധങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷം, ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു അന്തരീക്ഷം. സന്നിധാനത്ത് മകരസംക്രമ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. മകരസംക്രമ ദിവസം തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പന്റെ ദീപാരാധനയും പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും മകരവിളക്ക് കണ്ട് ഭക്തർ ഇപ്പോൾ മലയിറങ്ങുകയാണ്. ഇനിയിപ്പോൾ മകരവിളക്ക് കണ്ട് ഭക്തർ പമ്പയിലൊക്കെ ഉണ്ടായിരുന്നവർ അവർ ഇപ്പോൾ അയ്യപ്പ ദർശനത്തിനായി തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കാണ് ഇനിയുള്ളത്. തിരക്കിൻ്റെ മണിക്കൂറുകളിലേക്ക്, ദർശനത്തിൻ്റെ സുഗമ ദർശനത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് സന്നിധാനം വളരെ വേഗത്തിൽ മടങ്ങുകയാണ്. നമുക്ക് കാണാം അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം 18ാം പടി ചവിട്ടാനായി എത്തിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടകരുടെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. 6:52 പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടന്നു. ഏതാണ്ട് 6:50 മുമ്പ് തന്നെ ശബരിമല ശ്രീകോവിലും ദീപാരാധനയ്ക്കായി തുറന്നു. അതിനു മുമ്പ് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള തിരുവാഭരണങ്ങൾ അയ്യപ്പനെ ചാർത്തുന്ന ചടങ്ങ് നടന്നു. ശരംകുത്തിയിൽ നിന്ന് സ്വീകരിച്ച ഘോഷയാത്ര, തിരുവാഭരണ ഘോഷയാത്ര എല്ലാ ആചാരപ്പെരുമകളോടെ, താളമേളങ്ങളുടെ, താളവട്ടങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് എത്തിയത്. തുടർന്ന് ദീപാരാധന നടന്നു. ഇപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷം തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം കാണുന്നതിന്, അയ്യപ്പനെ വണങ്ങുന്നതിന് ഭക്തർ ഇങ്ങനെ വരിവരിയായി കടന്നു പോവുകയാണ്. അവരെ നിയന്ത്രിച്ച് ഈ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിക്കുകയും അപകടങ്ങളൊന്നുമില്ലാതെ, തിരക്കുകളൊന്നുമില്ലാതെ സുഖദർശനത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുകയുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസ് അയ്യപ്പന്മാരും ഒക്കെ ചേർന്ന വലിയൊരു സംഘം. അവിടെ ക്ഷേത്രത്തിൽ പൂജിച്ച പ്രസാദം നൽകുന്നുണ്ട്. അത് വാങ്ങുന്നതിനൊക്കെയുള്ള തിരക്കാണ് ശ്രീകോവിലിന് മുന്നിൽ. വലിയ തിരക്കിൻ്റെ ഒരു സമയത്തു കൂടിയാണ് ശബരിമല സന്നിധാനം ഇപ്പോൾ കടന്നു പോകുന്നത്. ശബരിമല സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തീർത്ഥാടകർ ഒരു ഭാഗത്തുകൂടെ മലയിറങ്ങുകയാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസമായി അവിടെ ക്യാമ്പ് ചെയ്ത നടപ്പന്തലിലൊക്കെ കാത്തിരുന്ന വിശ്വാസികൾ, അയ്യപ്പധർമ്മ വിശ്വാസികൾ അവർ മലയിറങ്ങുകയാണ്. വേറൊരു സംഘം പമ്പയിൽ നിന്ന് നടന്ന് കയറി ഇപ്പോൾ ശരംകുത്തിയിലൂടെ, ശബരിപീഠത്തിലൂടെ, അപ്പാച്ചിമേടിലൂടെ ഒക്കെ കടന്നു വന്നവർ അവർ സന്നിധാനത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. അവർക്ക് അടുത്ത മണിക്കൂറുകളിൽ ഇന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതിന് മുമ്പ് അയ്യപ്പനെ കാണാൻ കഴിയുമോ എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ഒരു ഭാഗം അയ്യപ്പ വിശ്വാസികൾ, ഭക്തർ അവിടേക്ക് പോകുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ സംക്രമസന്ധ്യയിലെ ദീപാരാധനയും അതുപോലെ മകരവിളക്കുമൊക്കെ ദർശിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന അയ്യപ്പ വിശ്വാസികൾ ഇപ്പോൾ മലയിറങ്ങുകയുമാണ്. ശബരിമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പൊന്നമ്പലമേട്ടിലെ മകരവിളക്കും അതുപോലെ ശബരിമല സന്നിധാനത്തെ മകരസംക്രമ ദിവസത്തെ ദീപാരാധനയും കണ്ട് വണങ്ങി അയ്യപ്പ വിശ്വാസികൾ ഇപ്പോൾ മലയിറങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കർപ്പൂരാഴി തെളിയിച്ചും അതുപോലെ ശരണം വിളിച്ചും
ആരതി ഒഴിഞ്ഞുമൊക്കെ പല ഭാഗങ്ങളിലായി കാത്തുനിന്ന അയ്യപ്പ വിശ്വാസികൾ ആ ദീപാരാധനയുടെ ഭാഗമാവുകയും ചെയ്തു. സന്നിധാനത്തെത്താൻ കഴിയാത്തവർ എവിടെയാണോ നിന്നത് അവിടെ കർപ്പൂര വിളക്ക് തെളിയിച്ച് കർപ്പൂര ആരതി ഒഴിഞ്ഞ് മകര സംക്രമ ദിവസത്തെ ദീപാരാധനയിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്തു. സന്നിധാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കാത്തിരുന്ന അയ്യപ്പ വിശ്വാസികൾ അവർ ദീപാരാധനയ്ക്ക് നേരിട്ട് സാക്ഷ്യം വഹിച്ച് പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും കണ്ട് ഇപ്പോൾ മലയിറങ്ങുകയാണ്. തിരക്കിൻ്റെ സമയത്തേക്കാണ് ആ സന്നിധാനം ഇനി കടക്കുന്നത്. പമ്പയിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് ഒരു വഴിയിലൂടെ 18-ാം പടിയിലേക്ക് കയറാൻ കഴിയുകയും പുറത്തു നിന്നുള്ളവർ ക്യൂ കോംപ്ലക്സിലൂടെ തിരികെ നടപ്പന്തലിലൂടെ സ്വാമി അയ്യപ്പൻ റോഡ് കടന്ന് തിരികെ പമ്പയിലേക്ക് പോവുകയും ചെയ്യും. അതിനുവേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. നേരത്തെ ഈ തിരക്ക് മുൻകൂട്ടി കണ്ട് ഒരു റിഹേഴ്സലൊക്കെ എടുത്ത് കാത്തിരിക്കുകയായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥരും ദേവസ്വം ഭാരവാഹികളും ഒക്കെ. അവർ കരുതിയതിലും കൂടുതൽ തീർത്ഥാടകർ എത്തിയെങ്കിലും അവർ കരുതിയതുപോലെ തീർത്ഥാടകർക്ക് ദർശനത്തിനും മടങ്ങിപ്പോകുന്നതിനുമൊക്കെ ഈ ഘട്ടത്തിൽ കഴിയുമെന്ന് നമുക്ക് കരുതാം. സന്നിധാനത്തെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ശ്രീകോവിലിന് മുന്നിലും നടപ്പന്തലിന് മുന്നിലുമൊക്കെ ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ശബരിമല സന്നിധാനത്തു നിന്നുള്ള തത്സമയ കാഴ്ചകളായിരുന്നു നമ്മൾ ഇത്രയും സമയം കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.